നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, വിപ്ലവ നേതാവായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസരത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. കേരളമാകമാനം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ആബിദ് അടിവാരത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. ആബിദ് അടിവാരത്തെ അറിയാമല്ലോ, വലിയ സുഡാപ്പിയാണ്, സുഡാപ്പികളുടെ സുഡാപ്പിയാണ്. ഈ പറയുന്ന ദാവൂദ് എന്ത് പണിയെടുക്കുന്നുണ്ടോ, ദാവൂദ് എടുക്കുന്ന പണി സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു തീവ്ര മുഖമാണ് ഈ പറയുന്ന സുഡാപ്പി ആബിദ് അടിവാരം. ആബിദ് അടിവാരം ഇങ്ങനെ എഴുതുന്നു: ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന സംഭവം മാനവികതയുടെ മഹത്തായ വിളംബരമാണ്. പ്രവാചകന്റെ അനുയായികൾക്ക് ലോകാവസാനം വരെ പിന്തുടരുവാനുള്ള മാതൃകയുമാണ്. അതുവരെ കറക്റ്റാണേ. അതിനുശേഷം ആബിദ് എഴുതുന്നുണ്ട്, ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധിയായിരുന്നില്ല. അതിനർത്ഥം മാത്രമേ ഉള്ളൂ. അല്ല, അതിനർത്ഥം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. VS ഒരു മുസ്ലിം വിരോധിയായിരുന്നു എന്ന് ഈ കൂട്ടർക്ക് സ്ഥാപിക്കണം. അതിന് ആ കൂട്ടർ അഘോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ പാർസി എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇല്ലാതെ ഉമ്മൻചാണ്ടി മരിച്ച പോലത്തെ അതേ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് സഖാവ് VSന് വേണ്ടി എല്ലാവരും നെഞ്ച് പൊട്ടി മുദ്രാവാക്യം വിളിക്കുകയും നെഞ്ച് പൊട്ടി അവരവരുടെ ഭാഷകളിൽ അവരുടെ മതപരമായ കാര്യങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ, അവരുടെ മതപരമായ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ യൂസഫ് അലി പോലും പറയുന്നത് നാഥനോട് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ VSനെതിരെ വർഗീയതയുടെ തനി എന്താണ് ഈ പറയുന്ന വിഘടനവാദത്തിന്റെ വാ തുറന്നാൽ എന്താണ് നാറുന്ന തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് പറഞ്ഞത്. അത് ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികൾ, ഒരു നല്ലൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. VSനെ അങ്ങേയറ്റം ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നു. VS എന്തോ ഒരു കടുത്ത മുസ്ലിം വിരുദ്ധനാണ്. എന്തോ ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം പോലും ആദ്യമായി ഈ പറയുന്ന നമുക്ക് കേരളത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് VS എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അന്ന് 2010 VS വിരൽ ചൂണ്ടിയത് ആർക്ക് നേരെയായിരുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ ഒരു പ്രസംഗം മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു, അത് അദ്ദേഹം വിരൽ ചൂണ്ടിയിരുന്നത് NDF-നെതിരെയായിരുന്നു, അല്ലേ? NDF-നെതിരെയായിരുന്നു. NDF-ന്റെ ശ്രമമാണ് 10 വർഷം കൊണ്ട് 2030-40 കാലഘട്ടത്തിൽ ഈ പറയുന്ന കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ ശ്രമം എന്നുള്ളതായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞത്. പക്ഷേ എന്നാൽ അത് മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എതിരെയാണ് എന്നുള്ളതാണ് ഈ കൂട്ടർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അല്ല, അത് കൃത്യമാണ് കാര്യം. VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം എന്താണ് എന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരികയാണ്. ആ പ്രതികരണം എടുത്ത മാധ്യമപ്രവർത്തകൻ ഇന്ന് അതിൻ്റെ നിജസ്ഥിതിയും കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. NDF, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള തീവ്ര സംഘടനകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം VSനോട് ചോദിക്കുന്നു. ഇത്രയേ ഉള്ളൂ, അവരുടെ ലക്ഷ്യം എന്താണ് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ പറയുന്നു, പോപ്പുലർ ഫ്രണ്ടിൻ്റെ, NDF-ൻ്റെ, സിമിയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്, അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി കേരളത്തെയും ഇന്ത്യയെയും മാറ്റുക. അവിടെ അതിലൂടെ ഇന്റേണൽ ജിഹാദ് നടത്തി അതിനെ പിടിച്ചെടുക്കുക. 2040 ആകുമ്പോഴേക്കും കേരളത്തിൽ ഒരു വലിയ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള നാടാക്കി ഇതിനെ മാറ്റുക. അങ്ങനെയാണ് ഇവരിതിനെ കാണുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലെവിടെയാണ് ഈ പറയുന്നത് പോലെ ഒരു മുസ്ലിം വിരുദ്ധതയുള്ളത് എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു കാര്യം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പറയാം. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സഖാവ് VS ഇത്രയും കൃത്യമായി പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും പൊളിറ്റിക്കൽ തീവ്രവാദത്തെയും ഇസ്ലാമിക തീവ്രവാദത്തെയും സഖാവായാലും ആരായാലും അവർക്കെതിരെ എന്ത് പറഞ്ഞാലും അതൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന കൗശലം, അതിൽ സഖാക്കളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വീണു പോകുന്നുണ്ട്. ഇപ്പം അത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അതെ, അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം അന്ന് വിരൽ ചൂണ്ടിയിട്ടുള്ള ഈ സംഘടനയെ ഇന്ന് നിരോധിച്ചു, എന്നെയും നിരോധിച്ചു.
അവരുടെ ശ്രമം എന്തായിരുന്നു? 2047 കൂടി ഇന്ത്യയെ ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാക്കുക. അവർ നമുക്കറിയാമല്ലോ, ഈ NIA പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള വ്യക്തികളൊക്കെ, റൌഫ് അടക്കമുള്ള വ്യക്തികളൊക്കെ പ്രധാനമന്ത്രിയാവാനും അതോടൊപ്പം തന്നെ പല പദവികൾ ആഗ്രഹിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം ആ പറഞ്ഞത് ശരിയല്ലേ? ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യത്തിന്റെ ഖലീഫയാകാൻ കൊതിച്ച റൌഫിക്ക അത് തന്നെ അദ്ദേഹം അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? അത് ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ആ സംഘടനയെ പോലും നിരോധിച്ചു അല്ലേ? പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ പോലും നിരോധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ള കാര്യമല്ലേ? അതിനെ പോലും അംഗീകരിക്കാതെ അതിനെ മൊത്തത്തിൽ മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിക്കുന്നതാണ് ഈ കൂട്ടരുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ VS ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക. അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2-3 വ്യക്തികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതെ, ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എന്തിനും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന വ്യക്തികളെയൊക്കെ തന്നെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട്, ഇസ്ലാമോഫോബിയ പറഞ്ഞുകൊണ്ട്, അത് ഇസ്ലാം വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെയെല്ലാം വാമൂടി കെട്ടുകയാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ എന്തുകൊണ്ടായിരിക്കും കേരളീയ പൊതുസമൂഹത്തിന് ഇതിനെതിരെ ശബ്ദിക്കാൻ പറ്റാത്തതെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ അർജുനെ, ഈ നമ്മുടെ പാലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരെ, അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയ്ക്കെതിരെ, അതുപോലെ അത്തരത്തിലുള്ള യമനിലെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇറാനിലെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ എല്ലാം പറയുമ്പോൾ ഹഗിയ സോഫിയ പള്ളി കത്തിച്ചതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെയാണ് ഇത് മുസ്ലിങ്ങൾക്കെതിരാവുന്നത്? മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ? മുസ്ലിങ്ങളെല്ലാം ഈ പറയുന്ന പോലെ ഹഗിയ സോഫിയ കത്തിക്കണമെന്നും ഈ പറയുന്ന ഹമാസിനൊപ്പമാണ് എന്നാണോ നിലപാട്? അതല്ലല്ലോ. അവർ അതിനെ പക്ഷെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവരുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റി പറഞ്ഞാൽ അത് ഇസ്ലാം ഫോബിയ, ഇസ്ലാം ഫോബിയ വളർത്തുകയാണ്. തീവ്രവാദത്തെ വെള്ളപൂശുന്നത് ഇസ്ലാമോഫോബിയ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇസ്ലാമോഫോബിയെ മറയാക്കിക്കൊണ്ട് തീവ്രവാദത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടപ്പാക്കുന്നു. ഇത് തന്നെയാണ് ഈ കൂട്ടരുടെ അജണ്ട. അതവർ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീവ്രവാദത്തെ ഈ പറയുന്ന പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കുന്നവരെല്ലാം മുസ്ലിം വിരുദ്ധമാക്കി ചിത്രീകരിക്കുക. ഇതവരെ ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള അജണ്ട ഒന്നുമല്ല, പണ്ട് മുതലേ തുടങ്ങിയിട്ടുള്ള അജണ്ടയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ഒരു സമൂഹത്തോട് മൊത്തം വെറുപ്പുള്ളവരാണെന്നും, ഈ സമൂഹത്തെ ഒരു 2ാം തരം പൗരന്മാരായി കാണുന്ന കൂട്ടരാണെന്നും വരുത്തി തീർത്തുകൊണ്ട് വീണ്ടും ഇസ്ലാമിക തീവ്രവാദത്തിന് ശക്തമായിട്ടുള്ള വേരുറപ്പിക്കുകയാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. അത് തന്നെയാണ് നമുക്കറിയാമല്ലോ, ഈ ആബിദ് അഡ്വാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണല്ലോ അദ്ദേഹമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. പിന്നെ VS എന്നും ഈ പറയുന്ന നമുക്കറിയാം, ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ മാത്രമല്ല മറ്റു തീവ്രവാദങ്ങൾക്കെതിരെയും നമുക്കറിയാം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് VS. നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ഒരു പ്രസ്താവന ഞാൻ പറയാം. അദ്ദേഹം ചോദിച്ചതാണല്ലോ, പശു അമ്മയാണെന്നുണ്ടെങ്കിൽ കാള അച്ഛനാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചാണല്ലോ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പശുവിനെ അമ്മയെ കാണുന്ന ഒരുപാട് ഹൈന്ദവ വിശ്വാസികൾ നമ്മുടെ നാട്ടിലില്ലേ, ഗോമാതാവായി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ VS ഒരു ഹൈന്ദവ വിരുദ്ധനായി ചിത്രീകരിക്കാത്തത് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ വിരുദ്ധനായി ചിത്രീകരിക്കേണ്ടതല്ലേ? ഇന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കാണാം? അതെ, ഇന്ന് ഏറ്റവും കൂടുതൽ VS അച്യുതാനന്ദന് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടത് ഞാൻ ഒരുപാട് സംഖ്യകളെയാണ് കണ്ടിട്ടുള്ളത്. ആ സംഖ്യകൾ ഒരിക്കലും തന്നെ VS അച്യുതാനന്ദൻ പറഞ്ഞ ആ രീതിയെ അത് പൊളിറ്റിക്കലായിട്ടാണ് കണ്ടത്. മതപരമായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുവിനെതിരെയുള്ള ആക്രമണമായിട്ടോ കണ്ടിട്ടില്ല. അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന രീതിയിലാണ് കണ്ടത്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് ആബിദ് അടിവാരത്തെ പോലുള്ള ക്രിമിനൽ മൈൻഡുള്ള, അങ്ങനെ തന്നെ പറയണം, ക്രിമിനൽ മൈൻഡുള്ള സുഡാപ്പികൾ ഇതിനെ വളച്ചൊടിച്ച് വേറൊരു പദപ്രയോഗം നടത്തി ജൂതൻ ഒരിക്കലും ഇസ്ലാമിസ്റ്റ് വിരുദ്ധനായിരുന്നില്ല എന്ന് പറയുമ്പോൾ സഖാവ് VS മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും സത്യം പറഞ്ഞതിന്, തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചതിന് ഇസ്ലാമിസ്റ്റ് വിരുദ്ധ ചാപ്പ അടിക്കപ്പെടുകയും ഒരുമാതിരിപ്പെട്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മളടക്കമുള്ള ആളുകളൊന്നും തന്നെ സഖാവ് VS ഹിന്ദു വിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അതാണ് വ്യത്യാസം. അവിടെയാണ് വ്യത്യാസം. ഈ പറയുന്ന നമുക്കറിയാമല്ലോ, ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. അതിനെ ആ രീതിയിൽ കാണാതെ ഇദ്ദേഹം മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വീണ്ടും തീവ്രവാദത്തിന്റെ വേരുറപ്പിക്കുക, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വേരുറപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ ശക്തമായിട്ട്
പിന്തുണയ്ക്കുക. അത് തന്നെയാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. അതവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനവർക്ക് കൊടി പിടിക്കാൻ ഒട്ടേറെ മാധ്യമങ്ങളുമുണ്ട്. ഒട്ടേറെ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള സപ്പോർട്ടാണ് അവർക്ക് ഇതിന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആബിദ് അടിവാരം ഇപ്പോൾ ആ പോസ്റ്റ് മുക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യം വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ ആബിദ് അടിവാരം ചുരുങ്ങിയ രീതിയിൽ അത് മുക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നേരെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ആബിദ് അടിവാരത്തിന് ധൈര്യമുണ്ടെങ്കിൽ അധിക കാലം വേണ്ടി വരില്ല. എല്ലാവരും എന്ത് പറയുന്ന പോലെ എല്ലാവരും ഈ വിരുദ്ധരാവാൻ എന്നതാണ് സത്യം. അതാണ് സത്യം. ഈ പറയുന്ന തീവ്രവാദത്തിനെതിരെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിച്ചുകൊണ്ട്, ഇസ്ലാമോഫോബിയായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ ഒരു അജണ്ട നടപ്പാക്കാൻ ഇനി അവർക്ക് അധികം കാലം വേണ്ടി വരില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ യഹ്യ സിൻവറിന്റെ കാര്യവും ഹമാസിന്റെ കാര്യവും ഒന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അബൂബക്കർ സിദ്ദീഖിന്റെ കാര്യവും അതോടൊപ്പം തന്നെ ഒട്ടേറെ വാർത്തകളല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏതൊരു തീവ്രവാദ പ്രവർത്തനത്തിനും കേരളത്തിൽ നിന്നുള്ള പങ്ക് സുവ്യക്തമാണ്. അത് ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. അത് ഏറ്റവും ഒടുവിൽ VS-ന്റെ കാര്യത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും.